ഓക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ മുകേഷ് ചേട്ടന് ചില ഇവിടെയൊക്കെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. കാരണം വളരെ തിരക്കുള്ളൊരു MLA ആണ്. അതിൻ്റെ കൂടെ സിനിമകൾ ചെയ്യുന്നു, ഇന്റർവ്യൂസ് കൊടുക്കുന്നു, പ്രൊമോഷൻസിന് വരുന്നു. എങ്ങനെയാണ് ഈ ടൈം എല്ലാം കൂടെ മാനേജ് ചെയ്യുന്നത്? അല്ല, ഞാനതെല്ലാം എൻജോയ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ഞാൻ എൻജോയ് ചെയ്യുന്നില്ലെങ്കിൽ എൻ്റെ ജീവിതം ദുരന്തമാണ്. നമ്മുടെ രാവിലെ ആകുമ്പോൾ ഇനി അവിടെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി അവിടെ പോയിട്ട് നമുക്കത് പറയണം, അവിടുത്തെ ആൾക്കാരെ കണ്ടിട്ട് അത് രസിക്കാം. അപ്പോൾ അങ്ങനെ ഒരു രസച്ചരട് എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ നിയമസഭയിൽ ഇപ്പം ഞാൻ MLA ആയിട്ട് എന്നെ ഇലക്ട് ചെയ്തപ്പം കേരളം ഒട്ടക്ക് കൂടുതലും എതിർ പാർട്ടികളായിരിക്കും നാച്ചുറലി. ഇയാൾ ഈ സിനിമ നടൻ നാടകത്തിൽ അഭിനയിക്കുന്നു, TV പോകുന്നു, ബെഡായി ബംഗ്ലാവിൽ പോകുന്നു, ഇയാൾ എങ്ങനെ നിയമസഭയിലെത്തും? നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്, ബാക്കി എല്ലാം നമ്മൾ മാറ്റി വെക്കുന്നത് കമ്മിറ്റ്മെന്റ്, ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റാണ്. 9.5 കൊല്ലത്തിനകത്ത് വെച്ച് 3 ദിവസവും മറ്റോ ആണ് ഞാൻ പോകാതിരുന്നിട്ടുള്ളത്. അത് കൊറോണ ഉള്ള സമയത്ത് ഞാൻ പോയിട്ടില്ല. ബാക്കി എല്ലാ ദിവസവും അവിടുത്തെ വലിയ വലിയ നേതാക്കന്മാരൊക്കെ അവരെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി വരാതിരിക്കും, പക്ഷേ ഞാൻ പോയി തന്നെയാണ്. ബിക്കോസ് ഐ എൻജോയ്. പലരും എന്നോട് പറയുന്നുണ്ട്, സിനിമയും നാടകവും TV അല്ല, ഈ നിയമസഭയിൽ നടന്ന ഹിലേറിയസ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ്, കാര്യം ഒരുപാട് അഭിനയവും കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇത് വെച്ചിട്ടൊരു ബുക്ക് എഴുതണം, ഒരു പുസ്തകം. അത് ആരും എഴുതത്തില്ല, അത് ഇങ്ങനെ കുറിച്ച് വെക്കണം. മുകേഷ് കഥകളുടെ കൂട്ടത്തിൽ അതും കൂടെ ചേർക്കണം. അപ്പൊ ഞാൻ അല്ലാത്ത സമയത്ത് ഇപ്പം നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങളൊക്കെ അവിടെ നടക്കും. ഞാനിങ്ങനെ നിയമസഭയുടെ പുറത്തോട്ട് ലൈബ്രറിയിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് എതിർ പാർട്ടിയിലുള്ള ആൾക്കാരാണ് കൂടുതൽ. കോൺഗ്രസും പിന്നെ BJP ഇല്ലല്ലോ. ഇവർ വന്നിട്ട് നമ്മളെ പറ്റി പുതിയ വല്ലതും ഉണ്ടോ, പുതിയ പറഞ്ഞ ഇറങ്ങിയെന്നറിഞ്ഞു എന്നെ പറ്റിയാണോ എന്ന് ചോദിക്കുന്ന ആ ഒരു സൗഹൃദം ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു സന്ദേശമാണ്. അങ്ങനെ ആയിരിക്കണം. അല്ലാതെ എതിർ പാർട്ടിയിലാണെന്ന് പറഞ്ഞ മുഖവും വലിച്ചു കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു സമൂഹ സ്റ്റാൻഡ് സ്റ്റില്ലായി പോകും. ഇങ്ങനെ ഗിവ് ആൻഡ് ടേക്ക് എല്ലാം. അപ്പൊ അത് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അവിടെ ഉണ്ട്. പുസ്തകം എഴുതൽ എവിടെ വരെയായി? ഞാൻ 4 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പം മുകേഷ് കഥകൾ ഞാൻ ഒരു 133 എപ്പിസോഡ് ചെയ്തിരുന്നു. മുകേഷ് സ്പീക്കിംഗ്. സത്യം പറഞ്ഞ ചേട്ടൻ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. പക്ഷെ ഇപ്പൊ ചേട്ടൻ വീഡിയോസ് അല്ല, ഞാനത് ഇലക്ഷൻ വന്നപ്പോഴത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തതാണ്. പക്ഷെ പിന്നീട് അത് അതിനേക്കാൾ ഗംഭീരമായിട്ട് ഇറക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഇപ്പം നിൽക്കുകയാണ്. 133 എപ്പിസോഡാകുമ്പോൾ ഒരു എപ്പിസോഡിൽ 4 കഥ വെച്ച് ഒരു 400 കഥയ്ക്ക് മേളിൽ ഇപ്പോഴും ഉണ്ട്. സിനിമ ഉണ്ട്, നാടകമുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട് അതിനകത്ത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ശരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു വൈബേ തന്നെ മാറും. ഭയങ്കര ഒരു മോട്ടിവേറ്റിംഗ് ആണ് അതൊക്കെ. അല്ല, അത് ഇതിനകത്തുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബിന്റെ പ്ലസ് പോയിന്റുകൾ വളരെ പ്ലസും മൈനസും ഉണ്ട്. മൈനസാണ് കൂടുതൽ എങ്കിലും ലോകത്തുള്ള എല്ലാവർക്കും കാണാമല്ലോ. അപ്പോൾ എല്ലാ സ്ഥലവും ഇന്ത്യ വിട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് എല്ലാവരും കാറിലാണ് ജോലിക്ക് പോകുന്നത്, എല്ലാം ട്രാഫിക്കിലുമാണ്. അപ്പൊ അപ്പോഴെല്ലാം ഇത് കാണുക, കേട്ടത് തന്നെ വീണ്ടും കേൾക്കുന്നു. നിർത്തിയപ്പോ എനിക്ക് എല്ലാ തരത്തിലാണ് നോക്കിയപ്പോ 1 ഇയർ മുന്നെയാണ് ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. ഇനി തിരിച്ചു വരുമോ? വരും, വേറെ ഫോർമാറ്റിൽ വരും. ഓക്കെ. അപ്പം ഞങ്ങളിപ്പോ കഴിഞ്ഞ ദിവസം ശ്രാവണിന്റെ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ശ്രാവൺ ആണെങ്കിൽ ഇപ്പം 6 വർഷത്തിന് ശേഷം റീഎൻട്രി ചെയ്യാണ്. ഇന്നാണ് സുമതി വളവ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പം ചേട്ടൻ ഈ 6 വർഷം ശ്രാവണ് കൊടുത്തിട്ടുള്ള ഒരു ബെസ്റ്റ് പീസ് ഓഫ് അഡ്വൈസ് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? ഈ കലയുടെ ഒരു വലിയൊരു മാജിക് ഉണ്ട്, ഒരു ആകർഷണം. ഒരു സിനിമയിലോ നാടകത്തിലൊന്നും ഞാൻ പറയുന്നില്ല, സിനിമയിൽ അതിന് അഭിനയമാകണ്ട, ഡയറക്ഷൻ ആയാലും എഴുത്താണെങ്കിലും ക്യാമറ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും ഒക്കെ ഒന്ന് കയറിയിട്ട് പോകേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യം. ഇപ്പൊ ശ്രാവണിനെ പറ്റി പറയുകയാണെങ്കിൽ, ശ്രാവൺ ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വെക്കേഷൻ വന്നപ്പോഴത്തേക്ക് 6 കൊല്ലം മുമ്പ് ഒരു സിനിമ അഭിനയിച്ചു. തിരിച്ചു പോയിട്ട് വേറെ കുറെ സിനിമകൾ വന്നിട്ട് അവർക്ക് അവിടുന്ന് വിടത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അവൻ അവിടെ തന്നെ ജോലിയിൽ കയറി വളരെ സജീവമായ ഒരു ഡോക്ടറാണ്, ഹോസ്പിറ്റലിന് വേണ്ട ഒരു ഡോക്ടറാണ്. പക്ഷെ അവന്റെ മനസ്സ് എപ്പോഴും, അതാണ് സിനിമയുടെ ഒരു വലിയ ക്യാച്ച് എന്ന് പറയുന്നത്. ഞാൻ തന്നെ പല സന്ദർഭങ്ങളിലും വെളി രാജ്യങ്ങളിലൊക്കെ പോകുന്നു ഒരു പ്രോഗ്രാമിനും ഷൂട്ടിങ്ങിനും. അപ്പം വലിയ നിലയിലുള്ള മലയാളികൾ കാണുമ്പോഴാണ് അറിയുന്നത്, അന്ന് ഈ 15-20 കൊല്ലം മുമ്പ് എൻ്റെ കൂടെ അഭിനയിച്ച ആളാണ്,
അയ്യോ ഇയാൾ ഇവിടെ ഈ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എന്താ ഞാൻ ഇങ്ങോട്ട് വരേണ്ടതായിട്ട് വന്നു, ഇവിടെ ബിസിനസ്സാണ്. വീടിന് മുമ്പിൽ കാർ കിടക്കുന്നു, മറ്റേത് മറിച്ചത് എല്ലാം നമ്മളവിടെ ഭക്ഷണം കഴിക്കാൻ പോകുന്നു, ഭക്ഷണം മക്കൾ എല്ലാം നല്ല വെൽ സെറ്റപ്പിൽ നിൽക്കുക. അങ്ങോട്ട് കൈ എഴുതാൻ വേണ്ടി പോകുമ്പോൾ ഇങ്ങോട്ട് വന്നു, മുകേഷ് ഒരു കാര്യം വരരുത്, ഞാനങ്ങ് വരുക, എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമുക്ക് ഇയാളിത് പറയണമെന്നുണ്ട്, ഇവിടെ കൊള്ളാം, അങ്ങോട്ട് ഇപ്പൊ വരേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അവര് തെറ്റിദ്ധരിക്കും, ഓ ഞാൻ വന്നാ ഇവന് പേടിയാ, അല്ലെങ്കിൽ ഞാൻ റോൾ അടിച്ചെടുക്കുന്നു. അതുകൊണ്ട് ഞാൻ മാക്സിമം പറയുന്നത് കുറച്ചും കൂടെ നില്ലേ, ഒന്നുകൂടെ ഒന്ന് സെറ്റപ്പായിട്ട് വന്നാൽ പോരെ, ഇത്രയൊക്കെ നമുക്ക് പറയാനൊക്കെ. അതാണ് ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ മാനസികാവസ്ഥ. കുറച്ചാൾ മുമ്പ് ശ്രാവൺ എൻ്റെ അടുത്ത് പറഞ്ഞു, പക്ഷേ എനിക്കൊരു വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയാൻ. ഞാൻ ചോദിച്ചു എന്താണ്? അതെനിക്ക് സിനിമയിൽ അഭിനയിക്കണം. അങ്ങനെ അഭിനയിച്ചങ്ങ് ജീവിതകാലം മുഴുക്കെന്നല്ല, എനിക്ക് 3-4 സിനിമയിൽ അഭിനയിക്കണം, പ്രത്യേകിച്ച് ഒരു സിനിമയിൽ അഭിനയിക്കണം, അത് ഏതെങ്കിലും ഒരു സിനിമയിൽ. പക്ഷെ ഒരുപാട് പേര് ഇത് എതിർക്കുന്നുണ്ട്, അവൻ്റെ അമ്മയും ഒക്കെ എതിർക്കുന്നുണ്ടായിരിക്കും. അപ്പം ഞാൻ ഇതിങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ എന്നെ മനസ്സിലാക്കണം, എനിക്ക് അഭിനയിച്ചേ പറ്റൂ. ഞാൻ പറഞ്ഞു, നീ ഇവിടെ എൻജോയ് ചെയ്യുന്നില്ലേ, ഈ ജോലി എൻജോയ് ചെയ്യുന്നില്ല? ഇല്ല, എൻ്റെ മനസ്സ് മുഴുക്ക സിനിമയാണ്, കളഞ്ഞിട്ട് വാടാന്ന് പറഞ്ഞു. ഒന്ന് ശ്രമിക്കാമോ, ജീവിതം ഒന്നേ ഉള്ളൂ, നീ ഇത് ശ്രമിച്ചിട്ട് അതുണ്ടല്ലോ കയ്യിൽ, നിനക്ക് ഡിഗ്രിയും കാര്യങ്ങളും എക്സ്പീരിയൻസും 5-6 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ആ ഹോസ്പിറ്റലുകാർ തന്നെ പറയുന്നുണ്ട്, എപ്പോൾ വന്നാലും ഞങ്ങൾ എടുത്തോളാം, ഒന്ന് ട്രൈ ചെയ്തിട്ട് പോവാം. അതിന്റെ ഒരു ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അതെന്നും മുതൽ വേദനയാണ്. അങ്ങനെയാണ് വന്നത്. പിന്നെ ശ്രാവൺ ഒരു കാര്യം കൂടെ പറഞ്ഞു, 11 മണിക്ക് ശേഷം മുകേഷ് ചേട്ടനെ വിളിക്കാൻ ശ്രാവണ് പേടിയാണ്. 11 മണിക്ക് ശേഷം എന്താണ് മുകേഷ് ചേട്ടന് പറ്റുന്നത്? ഞാൻ ഉറങ്ങിപ്പോവും. ഓക്കെ, അപ്പം ഇനി മുകേഷ് ചേട്ടന്റെ പുതിയ പ്രൊജക്ട്സ് ഏതൊക്കെയാണ്? ഇനിയിപ്പം അടുത്തത് ഞാനും ഉർവശിയും ഭാര്യ ഭർത്താക്കന്മാരെ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. ഉർവശിയുടെ മകളും അതിനകത്ത് അഭിനയിക്കുന്നു. അതിന്റെ ഡയറക്ടർ ഒരു പെൺകുട്ടിയാണ്, ആതിര എന്ന് പറഞ്ഞിട്ട്. സ്ക്രിപ്റ്റൊക്കെ പിന്നെ ഇദ്ദേഹവും നമ്മുടെ അഭിലാഷ് പിള്ളയും രണ്ടുപേരോട് ചേർന്നിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. അത് ഒരു വലിയ രീതിയിലുള്ള ഒരു പടമാണ്. ഹ്യൂമർ ബേസ്ഡ് ആണ് എങ്കിൽ എല്ലാം ഉണ്ട്. അപ്പോൾ അതിപ്പം അടുത്ത മാസം നമ്മൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ്. പിന്നെ ഇനി 5-6 മാസം കൂടെ ഉള്ളൂ ഈ MLA-യുടെ ഈ 2ാം ടേം തീരാൻ വേണ്ടി. ഇപ്പോഴാണ് കൂടുതലും ഉദ്ഘാടനങ്ങളും ഈ കാലഘട്ടം നമ്മൾ മുഴുക്ക ചെയ്ത കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ഒരു പരിസമാപ്തി. അപ്പോൾ കുറേ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണം തിരുവനന്തപുരവും കൊല്ലവുമായിട്ട്. അപ്പം വളരെ സന്തോഷകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അടുത്ത സമയത്ത് ഒരു ഉദാഹരണ സഹിതം പറഞ്ഞെങ്കിലേ കാര്യമുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ ഒരുപാട് കാര്യമാണ്. ഉദാഹരണ സഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചീഫ് മിനിസ്റ്റർ കൊല്ലത്തുള്ള MLA-മാരെ എല്ലാവരെയും ഒരു മീറ്റിങ്ങിന് വേണ്ടി വിളിച്ചു. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഇനി 5-6 മാസം കൂടെ ഉള്ളൂ, എന്താണ് നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റിൽ ചെയ്തു തരേണ്ടത് ഗവൺമെന്റ്? കാര്യം ഇനി ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറയുക ഓരോരുത്തരും. അപ്പോൾ ഇരുന്നപ്പോഴത്തേക്ക് 2 MLA-മാര്, ആരാന്ന് പേര് പറയുന്നില്ല, കൊല്ലം, എൻ്റെ അടുത്ത് ചോദിക്കുന്നു, മുകേഷ് നീ എന്തുവാ വേണ്ടത്, എല്ലാം ആയില്ലേ? അതാണ് ശരിക്കും ഞാൻ ചെയ്ത വർക്ക്. പക്ഷേ ആളുകൾ മുൻവിധിയോടെ, ഇയാള് സിനിമയിലും TV-യിലും ഒക്കെ പോകുന്ന ഇയാൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് എനിക്ക് ചെയ്യാൻ പറ്റിയത്. കലാകാരനായതുകൊണ്ടും സിനിമാ നടനായതുകൊണ്ടും പല സന്ദർഭങ്ങളിലും നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം രാവിലെ വന്ന് ഓഫീസിൽ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ നോ എന്ന് പറയുന്നത്? അത് സിനിമയുടെ ശക്തിയാണ്. പല സന്ദർഭങ്ങളും നമുക്കത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് അതിന്റെ ഒരു ലാസ്റ്റ് ഭാഗങ്ങളാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് നമുക്ക് അറിഞ്ഞൂടാ എന്താണെന്നുള്ളത്. അപ്പൊ അതൊക്കെയാണ് മുകേഷ് ചേട്ടന്റെ വിശേഷങ്ങൾ. അപ്പൊ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഓഗസ്റ്റ് 8-ന് ഇറങ്ങാൻ പോകുന്ന മെഹഫിലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.